ഇത്ര വലിയ വലിയ മൃഗങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നു, എന്നിട്ടൊരു പക്ഷി വെല്ലുവിളിക്കുന്നു. ഈ ദുഷ്ടസിംഹം എന്റെ മുമ്പിൽ നിൽക്കുന്ന അടുത്ത 10 ദിവസത്തേക്ക് ഇവ മുടന്തനായി പോകട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. എന്റെ കാലിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ട്. മിങ്കി കിളി ഇപ്പൊ ഉറങ്ങി എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ, ഞാനാകെ പ്രശ്നത്തിലാണ്. അയ്യോ, ഇതാരുടെ ശബ്ദമാണ്? ഉറങ്ങിക്കിടക്കുന്ന അമ്മയും അച്ഛനെയും വിട്ട് ആ ശബ്ദം ആരുടെയാണെന്ന് നോക്കാൻ പോയി. അവൾ നോക്കിയപ്പോ കുറെ കമ്പുകളുടെ ഇടയില് സോനുപ്രാവ് കുടുങ്ങി കിടക്കുന്നു. സോനു ചേട്ടാ, ഇതെങ്ങനെയാ കമ്പുകളുടെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയത്? ഞാനൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോവുമായിരുന്നു. പെട്ടെന്നൊരു പരുന്ത് എന്റെ പിന്നാലെ വന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കുറ്റിക്കാട്ടിലേക്ക് വന്നു. എന്നാൽ ഈ കുറ്റിക്കാട് മുള്ളുകൾ നിറഞ്ഞതായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്ന്. വിഷമിക്കണ്ട കേട്ടോ, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാനൊന്ന് നോക്കട്ടെ. മിങ്കി കിളി ആ കമ്പുകളെ നന്നായി ഒന്ന് നോക്കി. ആ കമ്പുകൾ താഴത്തുനിന്ന് ബലമില്ലാത്തതായിരുന്നു. സോനു ചേട്ടാ, ചേട്ടൻ മോളിൽ നിന്നാണ് ഇതിനകത്തോട്ട് പെട്ടുപോയത്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്തെ. എനിക്ക് തോന്നുന്നു ഞാൻ താഴത്തെ വഴി കൂടെ അകത്ത് കയറാൻ ശ്രമിച്ചാൽ ചേട്ടനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ബുദ്ധിമുട്ടൊന്നും നോക്കാതെ മിങ്കി കിളി ആ കമ്പിന്റെ ഇടയ്ക്കൂടെ അകത്തേക്ക് കയറി. എന്നിട്ട് പ്രാവിന്റെ ചിറക് പിടിച്ച് പ്രാവിനെ താഴത്തേക്ക് വലിച്ചിട്ടു. താങ്ക് യു സോ മച്ച് മിങ്കി പക്ഷി. അപ്പോഴേക്കും അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ടിലാണോ? ഒരു ശബ്ദം ഞാൻ കുറെ നേരമായിട്ട് കേൾക്കുകയായിരുന്നു. അതേ നീലമാലാഖേ, ഈ സോനുപ്രാവേ കമ്പുകളുടെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി എടുത്തു. അത് കൊള്ളാലോ കിളിയെ, നീ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ഈ പ്രാവിന്റെ ജീവൻ രക്ഷിച്ചു. നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനും ഇഷ്ടമാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ശക്തി തരാം. ഇത് പറഞ്ഞ് മിങ്കി കിളീനെ മാന്ത്രിക വടി വെച്ച് നീലമാലാഖ അനുഗ്രഹിച്ചു. ഇന്ന് തൊട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എന്താഗ്രഹിച്ചാലും നീ പറയുന്നതിന് മുമ്പ് അത് സാധിച്ചു കിട്ടും. അത് ശരിക്കും സംഭവിക്കോ? അതെ, പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം. നിനക്ക് നിന്റെ കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ് നീലമാലാഖ അപ്രത്യക്ഷയായി. മീനുക്കിളിയും സോനുപ്രാവും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ച് പറന്നുപോയി. സോനുപ്രാവ് മിങ്കിക്കിളിക്ക് കിട്ടിയ ശക്തിയെക്കുറിച്ച് കാട്ടിലെല്ലാവരോടും പറഞ്ഞു. ഉച്ച സമയത്ത് മുയല്, കുറുക്കൻ, ആന മിങ്കിക്കിളിയുടെ അടുത്തെത്തി. മിങ്കി പക്ഷി, പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ വരൂ. കാട്ടിലൊരു സിംഹം വന്നിട്ടുണ്ട്. നിനക്കേ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കണ്ട കൂട്ടുകാരെ, ഞാനിപ്പൊ തന്നെ വരാം. ഇത് പറഞ്ഞ മിങ്കിക്കിളി അവർ 3 പേരുടെ കൂടെ അങ്ങ് പോയി. ഇത് കണ്ട് അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി. അതുകൊണ്ട് അവരും അവരുടെ പുറകെ പോയി. അവരെല്ലാരും ദുഷ്ടനായ ഒരു സിംഹം ഇരുന്ന സ്ഥലത്തേക്ക് ചെന്നെത്തി. സിംഹം ഒരു മാനെ കൊന്നിട്ടേക്കുമായിരുന്നു. അതിന്റെ മാംസം തിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. ദുഷ്ടസിംഹ, ഞാനുള്ളപ്പോ നിന്നെ ഒരു രാജാവായിട്ട് ഈ കാട്ടിൽ ആരും മാനിക്കുകയില്ല. നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ഇത്ര വലിയ വലിയ മൃഗങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നു, എന്നിട്ടൊരു പക്ഷി വെല്ലുവിളിക്കുന്നു. മിങ്കിക്കിളിക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്ന് കണ്ണടച്ച് പറഞ്ഞു, ഈ ദുഷ്ടസിംഹം എന്റെ മുമ്പിൽ നിൽക്കുന്ന അടുത്ത 10 ദിവസത്തേക്ക് ഇവ മുടന്തനായി പോകട്ടെ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവന് കാലിന് വേദന വന്നു. അങ്ങനെ അവന്റെ ഒരു കാല് തളർന്നുപോയി. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. എന്റെ കാലിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇത് വെറും 10 ദിവസത്തേക്ക് ഉണ്ടാകൂ. ഈ 10 ദിവസത്തിനുള്ളിൽ നീ കാട്ടിന്ന് പോയില്ലെങ്കിൽ എന്നേക്കുമായി ഞാൻ നിന്നെ എലിയാക്കി മാറ്റും. വേണ്ട വേണ്ട, ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം. അങ്ങനെ മുടന്തനായ ആ സിംഹം അവിടുന്ന് പതുക്കെ പോയി. എല്ലാ മൃഗങ്ങളും മിങ്കിക്കിളിയോട് നന്ദി പറഞ്ഞു. ഇത് കണ്ട് മിങ്കിക്കിളിയുടെ അച്ഛനും അമ്മയുടെ മനസ്സിൽ ആക്രാന്തം മൂത്തു. എന്നിട്ട് കാട്ടിലെ മൃഗങ്ങളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാൻ തുടങ്ങി.
എല്ലാ മൃഗങ്ങളും അവരെ ബഹുമാനിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും കേൾക്കുമായിരുന്നു. പക്ഷെ മിങ്കി കിളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അമ്മ അച്ഛനും ഈ ചെയ്യുന്നത്ര നല്ലതല്ല. ഞാൻ മൃഗങ്ങളെ സഹായിക്കുന്നത് സ്വാർത്ഥതയില്ലാതെയാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഈ കാട്ടിൽ നിന്ന് പൊക്കോ. ഞങ്ങളെ വിലയില്ലാത്ത മക്കളെ ഞങ്ങൾക്ക് വേണ്ട. നീ വനത്തിലെ എല്ലാ മൃഗങ്ങളെയും സൗജന്യമായി സംരക്ഷിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ ജോലിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. മിങ്കി കിളിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് വിഷമത്തോടെ അവൾ അവിടുന്ന് പറന്നുപോയി. ഒരു മിട്ടു ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവനും അവളുടെ പുറകെ പോയി. ഒരു വേട്ടക്കാരൻ കാട്ടിലിരിക്കുകയായിരുന്നു. അവന്റെ അടുത്ത് ഒരു കിളിക്കൂടും ഉണ്ടായിരുന്നു. മിങ്കി കിളി ഒന്നും നോക്കാതെ അതിന്റെ അകത്തേക്ക് പോയി അങ്ങിരുന്നു. അല്ല, ഇതെന്താ? വേട്ടക്കാരൻ ആ കിളിക്കൂടിന്റെ വാതിൽ പെട്ടെന്ന് അടച്ചു കളഞ്ഞു. ഇത് വളരെ കൊള്ളാമല്ലോ. ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നല്ലൊരു പക്ഷിയെ കിട്ടി. ഇതത്ര ശരിയായില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. മിട്ടു കാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് എല്ലാ മൃഗങ്ങളോടും പക്ഷികളോടും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് മിങ്കിക്കിളിയുടെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് വന്നു. നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്ന മിങ്കി പക്ഷി, നിങ്ങളെല്ലാം കാരണം സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടി. നിങ്ങൾക്ക് എങ്ങനെ തോന്നി സ്വന്തം മകളെ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ട്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങൾ ഇപ്പം തന്നെ അവളെ രക്ഷിക്കാൻ പോവാണ്. അങ്ങനെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. ആ വേട്ടക്കാരൻ നിങ്ങളെയും പിടികൂടും. എന്ത് തന്നെ ചെയ്താലും നമ്മൾ കൃത്യമായി ചിന്തിക്കണം. എല്ലാരും അപ്പൊ തന്നെ അവിടെ എത്തി. മിങ്കി കൂട്ടിന്റെ അകത്താകപ്പെട്ടു. വേട്ടക്കാരൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. കുറച്ച് ദൂരെ അവിടെ ഒരു വലയും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് വേട്ടക്കാരനെ ഒരു കെണിയിൽപ്പെടുത്തണം. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ആന ഐഡിയ മുഴുവൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ബുൽബുൽ, മൈന, തത്ത, കിങ്ഫിഷർ, വുഡ്പെക്കർ പറന്നവരാ വലയുടെ അടുത്തിരുന്നു. ഇത് കൊള്ളാലോ. ഇത്രയും പക്ഷികൾ എന്റെ വലയിൽ കുടുങ്ങിയല്ലോ. വേട്ടക്കാരൻ പുതിയ കിളിക്കൂടുമായിട്ട് ആ വലയുടെ അടുത്തേക്ക് പോയി. തക്കം നോക്കി മൃഗങ്ങളെല്ലാവരും മിങ്കി കിളിയുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി വെറുതെ നിങ്ങളുടെ ജീവൻ കളയണ്ട. മിങ്കി, നീ ഇത്രയും നാള് ഞങ്ങൾ എന്തെല്ലാം തരത്തിൽ സഹായിച്ചു. ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? സമാധാനമായിരിക്കെ. വേട്ടക്കാരൻ അപ്പോഴാണിത് കാണുന്നത്. അല്ല, ഇതെന്താ? ഇത്രയും മൃഗങ്ങൾ ആ കെണിയുടെ അടുത്ത് എന്ത് ചെയ്യുകയാ? ആന അപ്പോഴേക്കും ആ കിളിക്കൂട് എടുത്തു. എന്നിട്ട് എല്ലാരും അവിടെ നിന്ന് ഓടി. എന്ത്? എന്റെ പക്ഷിയെയും കൊണ്ട് പോയോ? എന്തായാലും പോട്ടെ. ഒരു പക്ഷി പോയപ്പോ എനിക്ക് കുറെ പക്ഷികളെ കിട്ടിയല്ലോ. അവരെ കൂടുകളിലാക്കിയിട്ട് ഇവിടെ നിന്നും വേഗം പോവാം. വേട്ടക്കാരന്റെ അടുത്തുനിന്ന് ദൂരെ വന്ന് ആന ആ കിളിക്കൂട് താഴത്തോട്ട് വെച്ചു. രാമുവാനെ, ഈ കൂടിന്റെ ഒരു വശത്ത് നിന്ന് പല്ലുകൊണ്ട് കടിക്കുക, മറുവശത്ത് നിന്ന് ഞാൻ എൻ്റെ പല്ലുകൊണ്ട് അത് വലിച്ചോളാം. അങ്ങനെ വലിച്ചാൽ ഈ കൂട് പൊട്ടിപ്പോവും. മിൻകിക്കപ്പോ പുറത്തു വരാം. ആ, എന്നാൽ അങ്ങനെ ചെയ്തു നോക്കാം. രാമു ആനയും കാണ്ടാമൃഗം കൂടെ ചേർന്ന് ആ കിളിക്കൂടിനെ രണ്ടു വശത്തുനിന്ന് അവരുടെ പല്ലുകൊണ്ട് അങ്ങോട്ടും വലിക്കാൻ തുടങ്ങി. ഇത് കണ്ടോണ്ട് നിന്ന മൃഗങ്ങൾ ആകപ്പാടെ പല്ല് കടിക്കാൻ തുടങ്ങി. ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടാണ് കൂട് രണ്ടായി പിളർന്നു. മിങ്കിക്ക് സ്വാതന്ത്ര്യം കിട്ടി. നന്ദിയുണ്ട് കൂട്ടുകാരെ. വരൂ, നമുക്ക് ബാക്കിയുള്ള കൂട്ടുകാരെ നമുക്ക് രക്ഷപ്പെടുത്താം. വൈകാൻ പാടില്ല. അങ്ങനെ മിങ്കി കിളി എല്ലാവരെയും കൊണ്ട് അവിടേക്ക് ചെന്നു. എന്ത്? ഇത് ഇത്രയും കൂട്ടം മൃഗങ്ങളായിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വേട്ടക്കാരന്റെ വലയിൽ എത്ര പക്ഷികൾ കുടുങ്ങിയോ അവരെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഈ വേട്ടക്കാരൻ സ്വന്തം വലയിൽ വീഴട്ടെ. അങ്ങനെ പറഞ്ഞതോടെ എല്ലാ പക്ഷികളും ആ വലയിൽ മോചിതരായി. എന്ത് എന്ത് ഇതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് ആ വല വേട്ടക്കാരന്റെ ദേഹത്ത് തന്നെ വന്നു വീണു. എന്റെ ദൈവമേ! അങ്ങനെ അവിടുന്ന് എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തുള്ളി ചാടി തിരിച്ചുപോയി. ഇത് കേട്ട് മിങ്കിക്ക് ഒരുപാട് സന്തോഷമായി. അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹത്തോടെ തന്നെ അവളെ വളർത്താനും തുടങ്ങി.